അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നത് പോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും പേര് ലോകത്ത് പറയപ്പെടുകയാണ്. ലോകത്ത് 5 നേരം ഓരോ ദിവസവും 5 നേരവും പറയപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളാകുന്ന പള്ളി മിനാരങ്ങളിൽ നിന്ന് ഈ പ്രപഞ്ച ലോകത്തെടുക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും മകുടമായിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഏറ്റവും പവിത്രമാക്കപ്പെട്ടിരിക്കുന്ന ഭവനങ്ങളാകുന്ന പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിന്റെ ഖണ്ഡനാളങ്ങളിൽ നിന്നും ഓരോ ദിവസവും 5 നേരവും പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പുളകിതമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ നിസ്കാരത്തിലേക്കുള്ള വിളിയാളം കടന്നു വരുമ്പോ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലോകത്തുള്ള സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരികയാണ്. വീടുകളിൽ കഴിയുന്ന വിശ്വാസിനികളായിരിക്കുന്ന പെണ്ണുങ്ങൾ ഈ ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോ വുദു എടുത്തുകൊണ്ട് വീടിന്റെ റൂമിന്റെ അകത്തളത്തിലേക്ക് കയറിയിട്ട് അവര് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട് കടക്കുകയാണ്. പള്ളികളിലേക്ക് കടന്നു വരുന്ന വിശ്വാസികൾ അംഗശുദ്ധി വരുത്തി പള്ളിക്കുള്ളിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് നിസ്കാരത്തിലേക്ക് കടന്നുപോയി പ്രത്യേകമായിരിക്കുന്ന ഓരോ അമലുകളിലെയും കടന്നു പോവുകയാണ്. ഖിയാമിലൂടെ, ഫാത്തിഹയിലൂടെ, റുകൂഇലൂടെ, ഇഅ്തിദാലിലൂടെ, സുജൂദിലൂടെ ഇങ്ങനെ കടന്നുപോയി ഓരോ റക്അത്തുകളും കടന്നിട്ട് അവസാനം ആ നിസ്കാരത്തിൽ നിന്നും വിരാമം കുറിക്കപ്പെടുന്ന ആ നിസ്കാരത്തിനോട് വിട പറയുന്നതിന് മുമ്പ് അത്തഹിയാത്തിലൂടെ കടന്നു പോവുകയാണ് വിശ്വാസികൾ. അത്തഹിയാത്തുൽ മുബാറകാതുസ് സലവാതു അത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് ആ മുത്തുനബിക്ക് വേണ്ടിയിട്ട് സലാത്ത് സലാമുകൾ പറഞ്ഞ അല്ലാഹുവേ, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇങ്ങനെ ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി അവിടുന്ന് സലാമിന് വേണ്ടി അവിടുന്ന് ഗുണം ചെയ്യണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് വിശ്വാസികൾ പ്രാർത്ഥിച്ച ഉടനെ ഓരോ വിശ്വാസികളും പറയുന്ന നാമം ഏതാണെന്നറിയുമോ? കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ലോകത്തുള്ള വിശ്വാസികൾ, നിസ്കാരത്തിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന വിശ്വാസികൾ, നിസ്കാരമുള്ള മുസ്ലിമീങ്ങൾ, ആ വിശ്വാസികൾ ഓരോ ദിവസവും 5 നേരവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ഉള്ളിലോ അവരുടെ വീടുകളുടെ അകത്തളങ്ങളിലോ ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും 5 നേരവും ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഓരോരുത്തരും ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഓരോ ദിവസവും 5 നേരം നിസ്കാരമുള്ള വിശ്വാസികൾ, അല്ലെ? അങ്ങനെയാണല്ലോ, നിസ്കാരമുള്ള വിശ്വാസികൾ ഓരോ ദിവസവും 5 നേരവും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഉച്ചരിക്കുകയാണ്, അവിടുത്തെ ഓർക്കുകയാണ്. വർഷത്തില് മാത്രമല്ല, ബലിപെരുന്നാൾ വരുമ്പോൾ മാത്രമല്ല, ദുൽഹിജ്ജ മാസം വരുമ്പോൾ മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കുന്നത്, മറിച്ച് യഥാർത്ഥ 22 ക്യാരറ്റ് വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണ് എങ്കിൽ അവൻ ഓരോ ദിവസവും 5 നേരവും അവന്റെ നിസ്കാരത്തിൽ അല്ലാഹുമായിട്ടുള്ള മുനാജാത്താകുന്ന, പടച്ച തമ്പുരാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാകുന്ന ആ നിസ്കാരത്തിൽ ഇരുന്നു കൊണ്ട് ആ നിസ്കാരത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരുച്ചരിക്കുകയാണ്. ഓരോ വിശ്വാസികളും കാണാൻ കൊതിക്കുന്ന, അവര് തവാഫ് ചെയ്യാൻ കൊതിക്കുന്ന, ഒന്ന് മുഖമൊന്ന് ചേർത്തമർത്തി വെക്കുവാൻ കൊതിക്കുന്ന, ആ കില്ലയൊന്ന് പിടിച്ച് കരയുവാൻ
തൊടുവാൻ ആഗ്രഹിക്കുന്ന ആ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയത്തിങ്കലോട് ചേർന്നുകൊണ്ട് അഥവാ ഈ പ്രപഞ്ച ലോകത്തിൽ അഥവാ ആകാശ ലോകത്തിന് താഴെ എടുക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ട ഭവനം അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബാലയം, ആ കഅബാലയത്തിങ്കലോട് ചേർന്നുകൊണ്ട് ഇപ്പോഴും ഒരു നിത്യമായിരിക്കുന്ന ഒരു സ്മാരകം നമുക്ക് കാണാൻ കഴിയുകയാണ്. ആ പ്രപഞ്ചനാഥന്റെ പരിശുദ്ധ ഭവനത്തിങ്കലോട് ചേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല കടന്നു വരുന്ന വിശ്വാസികൾക്ക് കാണുന്നതിന് വേണ്ടി, ഒന്ന് സ്പർശിക്കുന്നതിന് വേണ്ടി, കണ്ടാഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു നിത്യമായിരിക്കുന്ന ഒരു സ്മാരകം അവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഏതാണ് ആ സ്മാരകം? മഖാമു ഇബ്രാഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്, വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് കടന്നു വരുന്നവര്, ഉംറ കർമ്മത്തിന് വേണ്ടിയിട്ട് കടന്നു വരുന്നവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തെ തവാഫ് ചെയ്യാൻ കടന്നു വരുന്നവര്, ആ തവാഫ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഭവനത്തെ ഒന്ന് തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സുന്നത്തായിരിക്കുന്നത് എന്താണെന്നറിയുമോ? 2 റക്അത്ത് നിസ്കാരമാണ്. അതെവിടെയാ നിസ്കരിക്കേണ്ടുന്നത്? പ്രത്യേകം പറയുകയാണ്, ആ മഖാമു ഇബ്രാഹീമിന്റെ പിറകിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ അലയടിക്കുന്ന, അവിടുത്തെ ഓർമ്മകൾ ലോകത്തോട് വിളംബരം ചെയ്യുന്ന മഖാമു ഇബ്രാഹിം എന്ന് പറയപ്പെടുന്ന ഒരു നിത്യസ്മാരകമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ആ ഭവനത്തിങ്കലോട് ചേർന്നുകൊണ്ട് നിലനിർത്തിയിരിക്കുകയാണ്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, ആലോചിച്ച് നോക്കി, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്. ബലിപെരുന്നാൾ കഴിഞ്ഞവരാണ് നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയൊക്കെ സ്മരണകൾ നമ്മൾ ലോകത്തോട് പറഞ്ഞവരാണ്, ആ ലോകത്തോട് ചർച്ച ചെയ്യിപ്പിച്ചവരാണ്. ആ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കണ്ടേ, കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ പവിത്രതയും ഇത്രയും വലിയ സ്ഥാനവും മഹത്വവും ഒക്കെ കൊടുക്കുകയാണ്? മാത്രവുമല്ല, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിയായിരിക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ ഉമ്മത്തിനോടും അല്ലാഹുവിന്റെ കൽപ്പന എന്താണെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റുവാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുധാവനം ചെയ്യുവാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിന്തുടരുവാൻ 4000 സംവത്സരങ്ങൾക്കപ്പുറം കടന്നുപോയൊരു പ്രവാചകൻ, ഈ ലോകത്തേക്ക് കടന്നു വന്നൊരു പ്രവാചകൻ, ആ പ്രവാചകനെ അനുധാവനം ചെയ്യണമെന്ന് ലോകത്തിന്റെ നായകൻ വിശ്വഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുഴുവനും നായകനായിട്ട് കടന്നു വന്ന, ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായിട്ട് കടന്നു വന്ന, അല്ലാഹുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു പോയ ആ പ്രവാചകനോട് പോലും അല്ലാഹുവിന്റെ കൽപ്പന എന്താ? അല്ലയോ പ്രവാചകരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണമേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുധാവനം ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ.
അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ആ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിങ്ങൾ പിൻപറ്റണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട്, ലോകത്തെ വിശ്വാസികളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന കടന്നു വരികയാണ്. ആ ഇബ്രാഹിം നബിയെ പിൻപറ്റണം, ആ ഇബ്രാഹിം നബിയെ അനുധാവനം ചെയ്യണം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അത് ലോക അവസാനം വരെയും ഇവിടെ നിലനിൽക്കേണ്ടുന്ന മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന ആ പാത ലോക അവസാനം വരെയും നിലനിൽക്കേണ്ടുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മളൊക്കെ സുന്നത്ത് കർമ്മം എന്ന് പറയപ്പെടുന്ന ഒരു കർമ്മമുണ്ടല്ലോ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പറയാറുണ്ട് സുന്നത്ത് കർമ്മം. ആ സുന്നത്ത് കർമ്മം നിർബന്ധ കർമ്മമാണ്. ചേലാകർമ്മം ചെയ്യൽ അല്ലെ, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയപ്പെടുന്ന ആ വിശ്വാസികളായിരിക്കുന്ന പുരുഷന്മാർ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. ഇപ്പോൾ അവിശ്വാസികൾ പോലും, മുസ്ലിമീങ്ങളല്ലാത്തവര് പോലും ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ ഈ തരത്തിൽ ചേലാകർമ്മം ചെയ്യുന്നുണ്ട്. മൂത്രതടസ്സങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ എത്രയോ വലിയ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു നടപടിക്രമം ലോകത്ത് നിലനിർത്തുകയാണ്. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ തരത്തിലൊക്കെ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓരോ വർഷങ്ങളിലും, മാത്രമല്ല യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, നിസ്കാരമുള്ളവരാണെങ്കിൽ ഓരോ ദിവസവും 5 നേരവും കൃത്യമായി അവർ നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർക്കുകയാണ്. അവസാനത്തെ അത്തഹിയാത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാമം പറയുകയാണ്, അവിടുത്തെ ഓർക്കുകയാണ്. ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും ലോകമെമ്പാടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുള്ള, അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി അവിടുത്തെ നിത്യസ്മാരകമായിട്ട് മഖാം ഇബ്രാഹിമിനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിങ്കലോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റുവാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. ഇങ്ങനെ ഈ തരത്തിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചുള്ള ഈ ചർച്ചകൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് 4000 സംവത്സരങ്ങൾക്കപ്പുറം കടന്നുപോയ ഒരു പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള പദവിയും മഹത്വവും ഒക്കെ ഇത്തരത്തിലാകാനുള്ള കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഭാഗങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ ഗുണമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോഴെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റണമെന്ന് പറയുമ്പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അനുധാവനം ചെയ്യണമെന്ന് പറയുമ്പോ, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്രയേറെ ഒരു സ്ഥാനം ലഭിക്കുവാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ ആ ഇബ്രാഹിം നബി